RSSകാരാണ് എന്ന നില വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ശക്തമായി പ്രതികരിക്കുന്ന ആ കാര്യത്തിലാണല്ലോ. വിദ്യാർത്ഥികൾ നല്ല നിലയിൽ യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി പ്രത്യേക യോഗ്യതയൊന്നും ഇല്ലാത്ത RSS ആണ് എന്ന യോഗ്യത മാത്രം അടിസ്ഥാനപ്പെടുത്തി നിയമിച്ചു എന്നതാണല്ലോ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ഇടയാക്കിയിട്ടുള്ളത്. ഈ പ്രതിഷേധിക്കുന്നവരുടെ നേരെ എങ്ങനെയാണ് ഇത്ര പരുഷമായ വാക്കുകൾ ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? അദ്ദേഹം നേരത്തെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ. രാഷ്ട്രീയക്കാരനാവുകയും അതിൻ്റേതായ സ്ഥാനങ്ങളിരിക്കുകയും ചെയ്താണല്ലോ. അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുണ്ട്, മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി ബ്ലഡി ക്രിമിനൽസ്, ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത്? അങ്ങനെ ആ രീതിയിലാണോ ഒരു സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകനായിരുന്നയാൾ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത്? എത്ര വിവേകമില്ലാത്ത നടപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്ന് സാധാരണഗതിയിൽ ആലോചിക്കില്ലേ? ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത്? തീർത്തും തെറ്റായ രീതിയല്ലേ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ. അത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അത് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച എല്ലാ നടപടികളും നിങ്ങൾ നോക്കൂ. ആ വസ്തുത ശരിവെക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളല്ലേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം എങ്ങനെ സൃഷ്ടിക്കാനാകും എന്നല്ലേ നോക്കിയിട്ടുള്ളത്. ഇവിടെ കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണോ ആരെങ്കിലും? ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ആ കരിങ്കൊടി കാണിക്കുന്ന ആൾക്ക് നേരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടാനെന്ന മട്ടിൽ പോകാറുണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വലിയ വീമ്പ് പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ അദ്ദേഹം ചെയ്യായിരുന്നു? അവർ ഓടിപ്പോയില്ലെങ്കിൽ ഇദ്ദേഹം എന്താണ് ചെയ്യായിരുന്നത്? എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. തീർത്തും വിവേകരഹിതമായ ഇടപെടലല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ നേരെ ഒരുപാട് കരിങ്കൊടി വരികയും ഈ ബസ്സിൻ്റെ മുന്നിൽ ചാടി വീണയാളെ തള്ളി മാറ്റിയതൊക്കെ ആയിട്ടുള്ള വിവാദങ്ങളുണ്ടായല്ലോ. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. ആ കരിങ്കൊടിയുമായിട്ട് വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശും പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീശുകയാണ്. അവരെ ആരെങ്കിലും തെറി പറഞ്ഞോ? അവരാരെങ്കിലും ഗൂണ്ടാസാണെന്ന് പറഞ്ഞോ? അവരെ ആരെയെങ്കിലും ബള്ളു പറയാൻ ഞങ്ങൾ ആരെങ്കിലും തയ്യാറായോ? സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധത്തിനുള്ള അവകാശമുണ്ട് എന്നല്ലേ അന്നേരമല്ല ഞങ്ങൾ പറഞ്ഞത്. അത് അക്രമ രൂപത്തിലേക്ക് മാറരുതെന്ന് മാത്രമല്ലേ പറഞ്ഞത്. അക്രമ രൂപത്തിലേക്ക് മാറുമ്പോൾ ഞാനിറങ്ങി ഇടപെടുന്നോ ഞങ്ങളിറങ്ങി ഇടപെടുന്നോ അല്ലല്ലോ ഞാനോ ഞങ്ങളോ പറഞ്ഞത്. ഞങ്ങൾ അപ്പോൾ പോലീസ് ഇടപെടും, സ്വാഭാവികമാണ്. പിന്നെ അതിന് വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇതല്ലേ സാധാരണ ജനാധിപത്യ രീതി. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ പോകുന്നത് ഇവിടെ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്.
മാത്രമല്ല ഇത് കേന്ദ്ര ഗവൺമെൻറ്റും പരിശോധിക്കേണ്ട കാര്യമാണ്. എല്ലാ സാധാരണ രീതികളും ലംഘിച്ചുകൊണ്ടുള്ള, സാധാരണ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഗവർണർ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്നത് കേന്ദ്ര സർക്കാരും ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ സമയം കഴിഞ്ഞുപോയി. ബാക്കി നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു. ഗവർണർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പദവിക്ക് ചേരാത്തതും അതിന് അന്തസ്സിന് യോജിക്കാത്തതുമാണ് എന്നാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ നടത്തുന്നത്. അവരുടെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും വിളിക്കുന്ന ഗവർണറുടെ നടപടി അംഗീകരിക്കാനാകില്ല. ഇത് കേരളമാണ് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെയല്ല, അക്രമ സമരങ്ങളിലേക്ക് മാറുന്നവരെ പോലീസ് കൈകാര്യം ചെയ്യുന്നതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണവും വിശദീകരണവും. അതിലെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അല്പം മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞു തീർത്ത വാക്കുകൾ, അതിൻ്റെ വിശദമായ വിവരങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. പത്തനംതിട്ടയിൽ നടക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുത്ത് മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ്, മുൻ കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സജി ചാക്കോയും പ്രഭാത യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ കണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഗവർണർ ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള അതൃപ്തിയും അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്തതുമായ കാര്യങ്ങൾ എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായുണ്ട്. ഷഫീദ്, ഈ ഗവർണറുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി ഒതുക്കുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ നിന്നുണ്ടായോ? മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. ഷഫീദ്, നമ്മൾ ഗവർണറുടെ വിഷയം മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. അതിലേക്ക് വരാം. കാരണം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തുടങ്ങി കുറച്ച് നേരമായിരുന്നല്ലോ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നവകേരള യാത്രയ്ക്കിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലി ഒതുക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ, അതേപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരനായ യുവാവിന് നേരിടേണ്ടി വന്ന മർദ്ദനത്തെക്കുറിച്ചുമൊക്കെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ? അദ്ദേഹം അതിന് എന്ത് മറുപടി പറഞ്ഞു? ഗോപികൃഷ്ണൻ, ആ ചോദ്യങ്ങൾക്ക്, അതായത് KSUS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടന്ന അതിക്രമം, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരനെ നിലത്തിട്ട് ചവിട്ടിയ സംഭവങ്ങൾ, ആ ചോദ്യങ്ങളിലേക്ക് വരും മുൻപ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഇന്ന് എത്രത്തോളം മതി എന്നുള്ള ഒരു പ്രതികരണവും അദ്ദേഹം എഴുന്നേൽക്കുകയായിരുന്നു. അതേസമയം അദ്ദേഹം ഈ കരിങ്കൊടി പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ ചില പ്രതികരണങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞത്, ജനങ്ങൾക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് വിവാദമായില്ലേ, ഞങ്ങൾ ജനങ്ങൾക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് വിവാദമായില്ലേ, തിരികെ കൈവീശുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ജനാധിപത്യ പ്രതിഷേധമാണത്, എന്നാൽ ഗവർണർ അങ്ങനെയല്ല എന്നത് മാത്രമാണ് ഈ പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പകരം കൂടുതൽ സമയവും മുഖ്യമന്ത്രി ഗവർണറുടെ രീതികളെയും അതേപോലെ അദ്ദേഹം നടത്തുന്ന ചില നടപടികളെയും വിമർശിക്കുകയാണ് ചെയ്തത്. വളരെ ഹാർഡായ ഭാഷയിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഗവർണറെ വിമർശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോപി, നമ്മൾ കേട്ടതുപോലെ തന്നെ ഒട്ടും ദയ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഗവർണർ, ഞാൻ ഒരു മിനിറ്റ് ഷഫീദ്, അതിലേക്ക് വരുന്നതിന് മുൻപ് ജനാധിപത്യത്തെ കുറിച്ചാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് പ്രതിഷേധിക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം എന്നീ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ജനാധിപത്യത്തെക്കുറിച്ച്. എന്നിട്ടും അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ എടുത്തില്ലേ? ഗോപികൃഷ്ണൻ, സംഭവിച്ചത് ഇങ്ങനെയാണ്. അതായത് ഗവർണർക്കെതിരെയുള്ള ചോദ്യമായിരുന്നു ആദ്യം നമ്മൾ ചോദിച്ചത്. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം, അത് അദ്ദേഹം കുറച്ചധികം സമയമെടുത്ത് സംസാരിച്ചു. അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു ആലപ്പുഴയിലെ പ്രതിഷേധത്തെക്കുറിച്ച്. പക്ഷെ അപ്പോഴേക്കും ഇത് ഇത്രയും മതി എന്നുള്ള ഒരു മറുപടിയുമായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. ഗോപി, ശരി, ഗവർണറുടെ കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഷഫീദ്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ ഗവർണറെ വളരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് ഇന്നുണ്ടായത്. ഇതുവരെയും ഈ മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾ, സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിങ്ങനെ തുടരുന്നതിനിടയിൽ ഒരു പക്ഷേ വളരെ കുറച്ച് തവണ മാത്രമാണ് ഗവർണർക്കെതിരെ വളരെ പ്രത്യക്ഷമായി വളരെ റൂഡായിട്ടുള്ള ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നത്. കുറച്ച് അതിര് വിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. കേരളത്തിലെ ഗവർണറാണെന്നുള്ള കാര്യം തന്നെ മറന്നുപോകുന്നു. രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചു. അതുതന്നെയായിരുന്നു ഗവർണറുടെ ഉദ്ദേശമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഗവർണറുടെ നടപടി
അതായത് സർവകലാശാലകളെ സംബന്ധിച്ചുള്ള ഗവർണർ നടപടി സ്വാഭാവികമായും പ്രതിഷേധം വിളിച്ചു വരുത്തുന്നതാണ്. യൂണിവേഴ്സിറ്റി നൽകാത്ത പേര് എവിടെ നിന്നാണ് ചാൻസലർക്ക് ലഭിച്ചതെന്നും RSSൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടിയൊക്കെയെന്നും മുഖ്യമന്ത്രി ഗവർണറെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഗവർണർ എപ്പോഴും വിവേചനാധികാരത്തെക്കുറിച്ച് പറയുന്നു. എന്ത് വിവേചനാധികാരം എന്നാണ് ഗവർണർ പറയുന്നത്? സർവകലാശാല പാനലിലെ പേരിൽ നിന്ന് വിവേചനാധികാരം ഉപയോഗിച്ച് പേരുകൾ തിരഞ്ഞെടുക്കുന്നതിനെ സമ്മതിക്കാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. പ്രത്യേക ഒരു കേന്ദ്രത്തിന്റെ സഹായം അത് ഗവർണർക്കുണ്ടായി. അത് RSS ആണെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചിരിക്കുന്നു. ഇതുവരെയും ഈ സർവകലാശാല വിഷയം SFI പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്രയും ഗൗരവമുള്ള അല്ലെങ്കിൽ ഇത്രയും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് SFI പ്രവർത്തകരെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന SFI പ്രതിഷേധം അത് പ്രോട്ടോകോൾ ലംഘനം അടക്കം ചൂണ്ടിക്കാണിച്ച് 124 വകുപ്പ് പ്രകാരം കേസെടുത്തു. പക്ഷേ അതടക്കമുള്ള പ്രതിഷേധങ്ങളെ സംഭവങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സാഹചര്യത്തിലാണ് SFI വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധിക്കുന്നവർക്കെതിരെ മോശം ഭാഷ ഗവർണർ ഉപയോഗിച്ചു. അതായത് ബ്ലഡി ക്രിമിനൽസ് എന്നടക്കമുള്ള ഭാഷ അത് ഉപയോഗിച്ചു. അത് പൊതുപ്രവർത്തകനായി സേവനം ചെയ്തിട്ടുള്ള ഒരാൾ പ്രയോഗിക്കേണ്ട ഭാഷയാണോ അത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മാത്രമല്ല വിവേകമില്ലാത്ത നടപടിയാണ് ഗവർണർ സ്വീകരിക്കുന്നത്. തീർത്തും തെറ്റായ സമീപനങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി 2 തവണ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. ഓരോ കാര്യത്തിലും അത് സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം ഉണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ അങ്ങോട്ട് പാഞ്ഞെടുക്കുന്നത് എന്ത് രീതിയാണെന്നും തീർത്തും വിവേകരഹിതമായ ഇടപെടൽ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അത് ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണെന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സാധാരണ രീതികളും ഗവർണർ ലംഘിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം, ബില്ലുകളുടെ അടക്കം മുൻപുണ്ടായ തർക്കങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ നിലവിലിപ്പോൾ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന വാർത്താ സമ്മേളനത്തിൽ വളരെ കാര്യമായി അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. പാടെ ഗവർണറെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഗോപി. ശരി, ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിനിടെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. അതിലേറിയ ഭാഗവും ഗവർണർക്കെതിരായിട്ടുള്ള SFIയുടെ പ്രതിഷേധത്തെ ന്യായീകരിക്കുകയും ഗവർണറുടെ നടപടികളെയും ഇടപെടലുകളെയും പ്രതിഷേധാർഹം എന്ന് വിശേഷിപ്പിക്കുകയുമാണ് മുഖ്യമന്ത്രി ചെയ്തത്. അതേസമയം തന്നെ ആലപ്പുഴയിൽ നടന്ന സംഭവങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ DYFIക്കാർ മർദ്ദിച്ച സംഭവത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഇന്നത്തെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നുമാണ് ഷഫീദ് റാവുത്തറിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.